ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പഴയകാല പലഹാരമാണ്. പഴയ കാലത്ത് ക്രിസ്ത്യൻസിന്റെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വിരുന്നുകാർ വരുമ്പോഴോ വലിയ കല്യാണം വരുമ്പോഴോ പെണ്ണ് കാണാൻ വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വട്ടയപ്പമാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇഷ്ടം പോലെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വട്ടയപ്പം ഉണ്ടാക്കി ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പം കൂത്താട്ടുള്ള 1-2 കടക്കാരെന്നോട് വട്ടയപ്പം മേടിക്കുമായിരുന്നു. ഞാൻ ഇവിടുന്ന് വട്ടയപ്പം ഉണ്ടാക്കി ബസ്സിന് കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. അത് 8ഉം 10ഉം അപ്പം ഒക്കെ അവർ മേടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പണ്ട് മുതലേ ഞാൻ ഈ വട്ടയപ്പം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഒരു വട്ടയപ്പം പണ്ടുണ്ടാക്കിയത് കിടപ്പുണ്ട്. ഇപ്പൊ ഈ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് പണിയുന്നുണ്ട്. ആ വീട് പണിയുടെ കട്ടളവെപ്പാണ് നാളെ. അപ്പൊ അവിടെ വരുന്നവർക്കൊക്കെ ഓരോ കഷ്ണം വട്ടയപ്പവും ഓരോ പഴവും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ വട്ടയപ്പം വീണ്ടും ഒന്ന് പുതുക്കി നമ്മൾ ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ വട്ടയപ്പം. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങളുടെ ലൈക്കും കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെ, കൂടുതലായിട്ട് ചെയ്യാനുള്ള. അമ്മ എപ്പോഴും ലൈക്ക് ഉണ്ടോ കമന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് നിങ്ങളോട് ലൈക്കും കമന്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്. അപ്പൊ പഴയകാല വട്ടയപ്പം നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നമ്മളിത് വട്ടയപ്പത്തിന് ഒരു കപ്പ് കാച്ചി വയ്ക്കാൻ പോവുകയാണ്. കപ്പ് കാച്ചി വെച്ചാൽ ആറണം നന്നായിട്ട്, എന്നിട്ട് വേണം നമുക്ക് തേങ്ങായും ഒക്കെ ഇത്രയും പൊടി മതി. ഇതാണ് ഒരു 1/2 ഗ്ലാസ് പൊടിയുണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിനൊന്ന് കലക്കി നല്ലപോലെ ഒന്ന് വേവിച്ച് വയ്ക്കാം. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുവാണ് ഇതിനകത്തോട്ട്. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കണം. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കലക്കണാണ് എളുപ്പം. കാരണം വെച്ചാൽ സ്പൂണൊക്കെ ഇട്ട് കലക്കിയാൽ ചിലപ്പോൾ കട്ട കെട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ നല്ലപോലെ ഇത് കലക്കണം, കട്ടയൊന്നും ഇല്ലാണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ തീ പിടിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഒരു പാത്രത്തിന്റെ അകത്തേക്ക് വെള്ളവും കൂടെ, ചുമ്മാ വെറും വെള്ളം, പച്ചവെള്ളം ഒഴിക്കുള്ളൂ, ചൂടുവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് ഒത്തിരി കട്ട കെട്ടിപ്പോകും അല്ലേ. പച്ചവെള്ളം ഒഴിച്ചത് തീ കത്തിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പൊ ഇത് നമുക്കൊരു കാര്യം ഇങ്ങനെ ഇളക്കി ഇത് കുറുക്കി എടുക്കുന്ന ഒരു പരിവം നമുക്ക് ലാസ്റ്റ് കാണാം അല്ലെ. എന്നിട്ട് പിന്നെ ഇതങ്ങ് മാറ്റി വെച്ചാൽ മതി അല്ലേ. തണുക്കണം. നമ്മളിപ്പോ പാവ് കാച്ചിയ നന്നായിട്ട് ഇതേ വെള്ളം പറ്റി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറച്ച് ഇതിന് പല പേര് പറയും. കപ്പ് കാച്ചുക, കപ്പി കാച്ചുക അല്ലെ, കുറുക്ക് പല പേര് പറയാം. ഇത് നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇത് നമുക്കൊന്ന് ആറാൻ വെക്കാന്. അതുകൊണ്ടാണ് ഇത് ആദ്യം ചെയ്തത് അല്ലെ. അപ്പൊ നമ്മുടെ അപ്പത്തിനുള്ള കപ്പ് കാച്ചി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കുറുക്കുണ്ടാക്കിയത് നമ്മൾ നന്നായിട്ട് തണുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ അരി പൊടിച്ചതാണ്. അരി പൊടിച്ച് വറുത്തതല്ലേ ഇത്. അതൊന്ന് പയ്യെ ചൂടാക്കി പച്ചച്ചവി അങ്ങ് മാറണം, അത്രേ ഉള്ളൂ. ഇത് എന്തരിയോ? ഇത് ഉണക്കനെല്ലിന്റെ അരി. ഉണക്കനെല്ലിന്റെ അരി. അപ്പൊ വട്ടയപ്പത്തിന് പിടിക്ക്, അതോടൊപ്പം തന്നെ കള്ളപ്പത്തിനൊക്കെ ഏറ്റവും നല്ല അരി ഉണക്കലരിയാണ്. ഇത് ഉണ്ടാക്കുന്നത് ഈ ഒരു കലത്തിലേക്കാണ് നമുക്ക് കുഴയ്ക്കാൻ. വലിയ കലം വേണം. ഒപ്പം പഞ്ചസാര ഇരിപ്പുണ്ട് ഇവിടെ. ഇതിൽ ചേർക്കുന്ന മധുരത്തിനായിട്ട് പഞ്ചസാരയാണ്. ഒപ്പം ഈ ഇരിക്കുന്ന തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരണ്ടി ഇത് അരച്ചതാണ്. ഒരല്പം തരിയുണ്ട് അല്ലെ, ഒരല്പം തരിയോട് കൂടി അരച്ച തേങ്ങ. ഇതിപ്പോ നമ്മള് ഒരു തേങ്ങയും പിന്നെ ഒരു മൂന്ന് മുറി തേങ്ങ അരച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ അകത്ത് ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട, ഇത് പുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കള്ളാണ് കേട്ടോ. അപ്പൊ നമ്മളിത് കള്ള് വാങ്ങിച്ചതുണ്ട് ഇതിന്റെ അകത്ത്. 1/2 ലിറ്റർ കള്ളുണ്ട്. ഇത് വേണമെങ്കിൽ ഈസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് കള്ള് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ നാടൻ വട്ടയപ്പം ശരിക്കും പറഞ്ഞാല് കള്ള് ചേർത്താണ് ഉണ്ടാക്കുന്നത്. വട്ടയപ്പം അതെ, കള്ളപ്പം അതെ അല്ലെ. അപ്പൊ നമുക്കിനി കുഴയ്ക്കാം. നമുക്ക് അരിപ്പൊടി എടുക്കാം. ഈ 4 ഗ്ലാസ്സിലാണ് കേട്ടോ അളന്നെടുക്കുന്നത്. ഇത് പണ്ടത്തെ നമ്മുടെ 4 ഗ്ലാസ് ആണ്. അപ്പൊ ഇതിന് അപ്പത്തിന്റെ തരി തന്നെയല്ലേ ഇത്? അപ്പത്തിന്റെ തരി. പിന്നെ നമ്മൾ കപ്പ് കാച്ചുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പുട്ടിന്റെ ആണെങ്കിലും മതി അല്ലേ, പുട്ടുപൊടി ആണെങ്കിലും മതി. പക്ഷെ ഇന്ന് നമ്മൾ കപ്പ് കാച്ചേക്കണ ഈ പൊടി തന്നെയല്ലേ, ഈ പൊടി തന്നെ, ഇതും കൊണ്ട് തന്നെയാണ്. ഇപ്പൊ 3 ഗ്ലാസ് ആയി. 5 ഗ്ലാസ് പൊടിയുണ്ട്. അപ്പൊ 5 ഗ്ലാസ് പൊടി നമ്മൾ അങ്ങ് ഇടുക അല്ലെ. ഇത് കറക്റ്റ് 5 ഗ്ലാസ് പൊടി നമ്മൾ കലക്കാനായിട്ട് എടുത്തു. ഞാൻ 6 ഗ്ലാസ് പൊടിയാണ് അളന്ന് വറുത്തത്. നമ്മള് കപ്പ് കാച്ചാനെ കൊണ്ട് കുറച്ച് പൊടി എടുത്തു. കപ്പ് കാച്ചാനായിട്ട് കുറച്ച് എടുത്ത് ബാക്കി ഇപ്പൊ 5 ഗ്ലാസ് ഉണ്ട് അല്ലെ. 5 ഗ്ലാസ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ കപ്പ് കാച്ചിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നേരെ അങ്ങ് ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഏതാണ്ട് അടുത്തൊരു 3/4 ഗ്ലാസ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കാച്ചാനായിട്ട് അല്ലെ. 3/4 ഗ്ലാസ് പൊടി കുറുക്കി എടുത്തതാണ് ഇത്. ഇത് മൊത്തം ചേർക്കുന്നുണ്ടോ? മതി അല്ലെ. കുറച്ച് ബാക്കി വെച്ചു. അപ്പൊ ശരിക്കും ഞാൻ 1/2 ഗ്ലാസ് പൊടി മതിയായിരുന്നു അല്ലെ. നമ്മൾ കള്ളാണ് ഒഴിക്കാൻ പോകുന്നത്. കള്ള ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്.
പിന്നെ വേറൊരു കാര്യമുണ്ട്, തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാ വെള്ളം ഒഴിക്കാം അല്ലെ? ഈസ്റ്റ് ഇട്ടും ഉണ്ടാക്കാം. ഈസ്റ്റ് ഇട്ടും ഉണ്ടാക്കാം. ഇപ്പോഴത്തെ കള്ള് നമുക്ക് അരിച്ചൊഴിക്കാം. ഇതിപ്പോ 1/2 ലിറ്റർ കള്ളുണ്ട്. ഇത് 1/2 ലിറ്റർ ഒഴിച്ചു കള്ള് അല്ലെ? ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരണ്ടി അരച്ചെടുത്തത്. പിന്നെ നിങ്ങൾക്ക് ചിരണ്ടാൻ പാടണമെങ്കിൽ കൊത്തി എടുത്തിട്ട് അരച്ചാലും മതി അല്ലെ? അപ്പൊ നമുക്ക് കുറെ പഞ്ചസാരയും ഇടാം. നന്നായിട്ട് മധുരം വേണം ഇതിന്. ഇത് തന്നെയാണ് കുഴ കള്ളപ്പത്തിന്. പക്ഷെ കള്ളപ്പത്തിന് ഇത്രയും മധുരം വേണ്ട. വെള്ളപ്പത്തിന് മധുരം കുറേ. അപ്പൊ നമുക്ക് കുഴക്കാം. ഇത് കൈ കൊണ്ട് തന്നെ കുഴക്കണം. അല്ലാതെ സ്പൂണോ തവിയൊന്നും വെച്ച് നമ്മളെ ഈ കുറുക്കൊഴിക്കുക ഒന്നും കലങ്ങി വരത്തില്ല. കുറുക്ക് കട്ടിയായിട്ടല്ലേ ഇരിക്കണം അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം, നന്നായിട്ട് കുഴഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം വേണേ ചേർത്താൽ മതി. ഇത് കള്ളും തേങ്ങയും എല്ലാം കൂടെ കൂടി കുഴഞ്ഞിട്ട് അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് കുഴക്കാം ഇത്. അപ്പൊ നമ്മളിത് ഇതുവരെയും വെള്ളം ചേർത്തിട്ട് നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ തേങ്ങയൊക്കെ ചിരണ്ടി അരച്ചു വെച്ച പാത്രത്തിനകത്ത് ഒരു അരത്തോളം ഇല്ല കേട്ടോ, വെള്ളമുള്ളൂ. അത് നമ്മളതിന്റെ കൂടെ ഒഴിക്കുകയാണ്. വേറെ വെള്ളം നമ്മൾ ചേർത്തതേ ഇല്ല. നമ്മൾ കള്ളും തേങ്ങയും ഒക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെള്ള വെള്ളമേ ഉള്ളൂ. തേങ്ങ അരച്ചതിന്റെ കൊഴുപ്പേ ഉള്ളൂ. അല്ല നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്തില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ രാവിലത്തേക്കാവുമ്പോഴേ ഇത് പൊങ്ങി വരുമ്പോ ചിലപ്പോ കണ്ടമാനം വെള്ളമായി പോകും. അപ്പൊ നമുക്ക് അപ്പം ചുട്ടാല് അപ്പം പൊരിഞ്ഞെടുക്കാൻ പാടാ. ഇനി വെള്ളം ഇച്ചിരി കുറവാണെങ്കിൽ രാവിലെ നമുക്ക് ബാക്കി കുറച്ച് കൂട്ടുകൊണ്ട് അത് ചേർക്കാനുണ്ട്. അതിന് വേറെ സാധനം ചേർക്കാനുണ്ട് അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുക അല്ലേ? ഈ ഒരു പരുവത്തില്. വെള്ളം വേണമെങ്കിൽ നമ്മൾ രാവിലെ ചേർക്കുന്ന ചൂടുവെള്ളമാണോ അതോ സാധാ പച്ചവെള്ളം മതി? പച്ചവെള്ളത്തിലും വേണമെങ്കിൽ അല്ലേ? മിക്കവാറും വേണ്ടി വരില്ല അല്ലെ? വേണ്ടി വരും. പിന്നെ വേറെ കാര്യം, മധുരം ഇതിന്റെ അകത്ത് ചേർക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മധുരം ചേർക്കുന്നത്. പിന്നെ വട്ടയപ്പത്തിന് നന്നായിട്ട് മധുരം വേണം അല്ലെ? എന്ന് പറഞ്ഞാൽ അവനവന് ഏതാണോ മധുരത്തിന്റെ പാകം അതിനനുസരിച്ച്. പിന്നെ ഇതിന്റെ അകത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. ഒരു അല്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുണ്ട്. അതൊക്കെ രാവിലെയാണ് ചേർക്കണം അല്ലെ? ഉപ്പ് ചേർക്കാനുണ്ട്. അങ്ങനെ വേറെ കുറെ പല സാധനങ്ങൾ ഇനി രാവിലെ ഇതിന്റെ അകത്ത് ചേർക്കാനുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു മിക്സിന് നമുക്ക് അടച്ചു വെച്ചേക്കാം അല്ലെ? അടച്ചു വെക്കാന് നല്ലപോലെ കലക്കണം. പിന്നെ നിങ്ങൾ അമ്മയെ കൈകൊണ്ട് ഇങ്ങനെ വിരലോട്ട് കാണിക്കുന്ന ഇതിന്റെ അകത്ത് മറ്റേ നമ്മുടെ കറുപ്പ് കാച്ചിയതിന്റെ കുറുക്കിന്റെ ചില തരികളൊക്കെ കാണും, ഇച്ചിരി കട്ട പോലത്തെ. അതൊക്കെ പൊടിച്ചു കൊടുക്കണം ഇങ്ങനെ അല്ലെ? അതുകൊണ്ട് തന്നെ തവി കൊണ്ട് കലക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കൈകൊണ്ട് കലക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കലക്കുക. അതാണ് ഏറ്റവും, നമ്മുടെ കൈ തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ഇത് അടച്ചു വെക്കാം അല്ലേ? അപ്പൊ രാവിലെ നമുക്കിനി ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അല്ലേ? എപ്പോഴാണോ പൊങ്ങണ അപ്പൊ ചുടണം. രാവിലെ ഒന്നും ഇല്ല. അപ്പൊ ഇത് നമുക്ക് ആ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിരിക്കും. കള്ളിന്റെ ആ ഒരു ക്വാളിറ്റി, കള്ളിന്റെ അളവൊക്കെ അനുസരിച്ച് പൊങ്ങുന്നത് നേരത്തെയോ താമസമൊക്കെ ആകാം. പിന്നെ ഇത്രയും വലിയ പാത്രത്തിന്റെ അകത്ത് കലക്കി വെക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി തൂകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇതിന്റെ ഒരു കാൽഭാഗമാണ് ശരിക്കും നമ്മുടെ മാവുള്ളൂ. അപ്പൊ ഇത് ഇത്രയും വലിയ പാത്രത്തിൽ കലക്കുമ്പോൾ ഒരിക്കലും ഇത് പൊങ്ങി പുറത്തേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലേ? നമുക്ക് രാവിലെ തന്നെ പൊടിഞ്ഞ് എടുക്കണം. നമുക്ക് 8 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണം. അത് തന്നെ. നാളെ നമ്മുടെ കട്ട്ലവെപ്പ് പരിപാടികളായതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ പോകണം. അപ്പൊ 9 മണിക്കും 9:30ക്കും ഇടയ്ക്കായിട്ടാണ് നമ്മുടെ കട്ട്ലവെപ്പ് നടക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാർത്ഥനകൾ കൂടി എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് രാവിലെ അപ്പം ബാക്കി കാണാം. അത് തന്നെ. ബാക്കി ചേർക്കേണ്ടത് എന്തൊക്കെയാണ് രാവിലെ കാണാം. അപ്പൊ നമ്മൾ ഇന്നലെ അപ്പത്തിന് കുഴച്ച് വെച്ച മാവ് ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് ഇനിയും ചേർക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഏലക്ക, ഇത്രയും ചെറിയ ഏലക്കായാണ്. അപ്പൊ ഒരു 10-15 ഏലക്കായ ഉണ്ട്. ഏലക്കായും ഒരു 4 കൂട്ടം വെളുത്തുള്ളിയുണ്ട്. ഇത് നമുക്കൊന്ന് ഏലക്ക പൊടിക്കണം, വെളുത്തുള്ളി അരച്ച് ചേർക്കണം. അപ്പൊ ഇതുകൊണ്ട് നമുക്കൊന്ന് ശരിയാക്കി കൊണ്ടുവരാം. അപ്പൊ മാവ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ കണ്ടില്ലേ? നമ്മുടെ ഒരു കാൽഭാഗം പാത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് അല്ലേ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം അല്ലെ ആയിട്ടുണ്ട്, മാവ് എത്തിയിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചാലിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ടയായിട്ടിരിക്കും. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ അത് എവിടെയും ഒക്കെ ഇരിക്കും. ഇത് ചാലി വെള്ളം ഒഴിച്ചിട്ട് അല്ലെ കട്ട കെട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മള് കൊറേ കഴിയുമ്പോ ഇതിനകത്ത് ശകലം ഉപ്പി ചേർത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കാണിച്ചിട്ടില്ലേ? രാത്രിയിലാ ചേർത്തത്. അത് ഒരു തരി ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്ലേ? അത് ഇളക്കിയപ്പോ താണു പോയി. കാണിച്ചേ.
നമ്മളിത് ഇതുപോലത്തെ പാത്രമാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ നമുക്ക് തടവി കൊടുക്കാം അല്ലെ. ഈ അപ്പത്തോട്ട് ഇങ്ങനെ കമത്തിയാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ അതിന്റെ മണ്ടേ പ്ലേറ്റ് വെക്കാനെ കൊണ്ട് നമുക്ക് എളുപ്പമാണ്. പ്ലേറ്റിന്റെ പകുതിയോളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്കത് പിന്നെ വല്ലാതെ പൊങ്ങി മേപ്പെട്ട് വെന്ത് വരുമ്പോ അങ്ങ് ഇളകി പോരും മേപ്പെട്ടങ്ങ് പിന്നെ പോകും. വലിയ ഇങ്ങനെ പൊക്കം പോലെ പൊക്കം പോലെ ആയിപ്പോ. അപ്പൊ അത് വേണ്ട, നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് വേവട്ടെ. ഒരു അരമണിക്കൂറോളം വേവണം ഇത്. സമയം എടുക്കും വേവാനായിട്ട് അല്ലേ. വെന്തോ നമുക്ക് ഈർക്കിലി എന്തെങ്കിലും വെച്ച് നമുക്ക് കുത്തി നോക്കാം. നമ്മുടെ പപ്പടം കുത്തിയോ. അപ്പൊ കണ്ടില്ല, ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വട്ടയപ്പത്തിന്റെ പരിപാടി ഇത്രേ ഉള്ളൂ അല്ലെ. ഇതാണ് നമ്മുടെ പഴയകാല വട്ടയപ്പം ഉണ്ടാക്കുന്ന നാടൻ രീതി. ഇതാണ് നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ ഒരു സൈസ് വട്ടയപ്പം വാങ്ങിക്കും, അതിന്റെ രുചി ഇതല്ല അല്ലെ. അതിന് വേറൊരു രുചിയാണ് അതിന്. അപ്പൊ ഇത് നമ്മൾ ഒറിജിനൽ നാടൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും സിമ്പിൾ ആണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി കാണാം അല്ലെ, എങ്ങനെ ഇരിക്കുമെന്ന്. നമ്മുടെ അപ്പം എന്തോ നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. നമുക്ക് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇത് ഒരപ്പാണ് ഇപ്പൊ നമ്മുടെ റെഡി ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് അടുപ്പിൽ നിന്ന് മാറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ അമ്മ എടുക്കുന്നുണ്ട്. ഒരു ചട്ടുക അങ്ങടിയിലേക്ക് വെച്ചു വന്നിട്ട് നമ്മുടെ പക്കടും കൊണ്ട് പിടിച്ച് ഇങ്ങെടുക്കും ഈസി ആയിട്ട്. അപ്പൊ നമ്മുടെ അപ്പം വാങ്ങി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തണുക്കണം. തണുത്തില്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലൊക്കെ പറ്റും. അപ്പൊ അത് അവിടെ നിന്ന് തണുക്കട്ടെ. നമുക്ക് അടുത്ത അപ്പം കോരി ഒഴിക്കാം. നമുക്ക് ലാസ്റ്റ് എല്ലാം അപ്പം കൊണ്ട് നമ്മൾ ഒന്നിച്ച് മുറിച്ചാലും മതി അല്ലെ. നമുക്ക് 4 പാത്രം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 4 ഒന്നുമില്ല, 2 ആണെങ്കിൽ രണ്ടാമത്തെ വെന്ത് കഴിയുമ്പോഴേക്കും ഈ ഒന്നാമത്തെ തണുക്കും അല്ലെ, ഇളകിപ്പോരും. നമ്മൾ ചൂടോട് കൂടി ഇളക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ മുഴുവൻ പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ അപ്പത്തിന്റെ അടിഭാഗം എല്ലാം ഒരുമാതിരി വൃത്തികെട്ട രീതിയിലേക്ക് ആയി പോകും അല്ലെ. അപ്പൊ നമ്മുടെ അപ്പം അങ്ങനെ 2 നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുത്തു നോക്കാതെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ 2 മൂളി വെച്ചേക്കുന്നോണ്ടാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് അല്ലെ. അതായത് അത് തിരിച്ചിങ്ങി വെച്ചപ്പോ തന്നെ ഇളകി പോകുന്നു. കാരണം അത്രയ്ക്ക് കണ്ട സോഫ്റ്റ് ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ വട്ടയപ്പം. പിന്നെ നമുക്കിത് ആവശ്യത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ അപ്പം എങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പമാണ്, നല്ല രുചിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ അപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു പാടുമില്ല. നമ്മൾ പുഴുങ്ങ നേരം വേവണം എന്നുള്ളതേ ഉണ്ടിരുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്കും കമന്റും ആരും മറക്കുകയും ചെയ്യരുത്. അത് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും വിശേഷം വരുമ്പോ പുറത്ത് നമ്മൾ ബേക്കറി പലഹാരം വാങ്ങിക്കുന്നതിന് പകരമായിട്ട് അല്ലെ, ഇതുപോലെ നമ്മുടെ ഈ ഒരു വട്ടയപ്പൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, നല്ല രസമായിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി. ഇതിനൊന്നും വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.